രണ്ട് ട്വിൻ ബ്രദേഴ്സ് അധികം ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് താമസിക്കുമായിരുന്നു. അവരുടെ അമ്മ ഒരു ഫേഷ്യൽ സർജറി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയതുള്ളായിരുന്നു. അവരുടെ അമ്മയുടെ ഫേസും കണ്ണും ഫുള്ളി ബാൻഡേജുമായിട്ട് കവർ വെച്ചേക്കുമായിരുന്നു. ഈവൻ അവർ അമ്മയുടെ വോയിസിന് വരെ മാറ്റം ഉണ്ടായിരുന്നു. അവർ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും ആക്ട് ചെയ്യാൻ തുടങ്ങും. പതിയെ പതിയെ ഇലൈസിനും ലൂക്കിനും മനസ്സിലാവും എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. ആ സ്ത്രീക്ക് അവരുടെ അമ്മയുടെ സ്വഭാവം അല്ലായിരുന്നു. അവരുടെ അമ്മ എന്നും പാടി കൊടുക്കുന്ന പാട്ട് ആ സ്ത്രീ പാടത്തില്ലായിരുന്നു. ആൻഡ് എന്തെങ്കിലും ചോദിച്ചാൽ അവർ വളരെ വയലന്റ് ആയിട്ടായിരുന്നു റിയാക്ട് ചെയ്യുന്നത്. പതിയെ അവരുടെ പേടി വലിയൊരു സംശയമായിട്ട് മാറി. ഇലൈസും ലൂക്കസും അവരുടെ അമ്മ അവരുടെ സ്ത്രീയുടെ മെമ്മറീസ് എല്ലാം ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് അവരുടെ എല്ലാ മൂവ്മെന്റ്സും അവർ വാച്ച് ചെയ്യുമായിരുന്നു. ആൻഡ് ഇതിനെപ്പറ്റി അവർ കൂടുതൽ അന്വേഷിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഉറപ്പാവും അവരുടെ വീട്ടിലുള്ള സ്ത്രീ അവരുടെ അമ്മയല്ലെന്ന്. സോ ആ രണ്ട് ബോയ്സും സത്യം അറിയാൻ വേണ്ടി ആ സ്ത്രീയെ അവരുടെ കട്ടിലിൽ കെട്ടിയിടും. ആ രണ്ട് പിള്ളേർക്കും അവരുടെ അമ്മ എവിടാന്ന് അറിയണമായിരുന്നു. സോ അവർ ആ സ്ത്രീയുടെ മേളിൽ വയലൻസ് യൂസ് ചെയ്യും. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ രണ്ട് പിള്ളേർ ആ സ്ത്രീയെ ടോർച്ചർ ചെയ്യും. ആൻഡ് ഇപ്പോഴാണ് ഈ സിനിമ ട്വിസ്റ്റ് വരുന്നത്. അത് നമ്മൾ ഇത്ര നേരം കണ്ടതെല്ലാം മാറ്റിമറിക്കും. ശരിക്കും ആ സ്ത്രീ ഒരു കള്ളിയല്ലായിരുന്നു. ഇൻഫാക്ട് ആ സ്ത്രീ അവരുടെ റിയൽ അമ്മയായിരുന്നു. ആൻഡ് അവരുടെ സ്വഭാവം ഇത്രയും മാറാൻ കാരണം വേറൊരു കാര്യമായിരുന്നു. ആ സ്ത്രീയുടെ ഒരു മകൻ ഒരു ആക്സിഡന്റ് പറ്റി മരിച്ചുപോയി. ആൻഡ് അത് അവർക്ക് താങ്ങാൻ വയ്യായിരുന്നു. നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ തൊട്ട് ഇലൈസിന്റെ കൂടെ കണ്ട ലൂക്കസ് ഇപ്പൊ ജീവനോടെ ഇല്ലായിരുന്നു. ഇതെല്ലാം ആ ആക്സിഡന്റിൽ നിന്ന് സർവൈവ് ചെയ്ത ഇലൈസിന്റെ മൈൻഡ് പ്രൊജക്ട് ചെയ്യുന്നതായിരുന്നു. അവന്റെ ബ്രദറിന്റെ ഡെത്ത് അവൻ അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സിനിമയുടെ അവസാനത്തില് ആ അമ്മ ഇലൈസിന്റെ കൈ കൊണ്ട് മരിക്കും. ഇലൈസിന്റെ വിചാരം അവൻ കൊന്നത് അവന്റെ അമ്മയല്ല വേറൊരു ഇമ്പോസ്റ്ററിനെ ആണെന്ന. ഇലൈസ് ആ കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് രക്ഷപ്പെടും. ആൻഡ് ഇതിൽ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവന്റെ അമ്മയെ കാണാൻ പറ്റും. ഇലൈസിന്റെ വിചാരം അത് അവന്റെ റിയൽ അമ്മയാണെന്ന്. ബട്ട് അത് അവന്റെ ബ്രദറിന്റെ കൂട്ടത്ത് വേറൊരു ഇമാജിനേഷൻ ആയിരുന്നു. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്നത് ക്രിസ് വാഷിംഗ്ടണ് അവന്റെ ഗേൾഫ്രണ്ടായ റോസിന്റെ പേരൻസിനെ മീറ്റ് ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റോസിന്റെ ഫാമിലി താമസിക്കുന്നത് അധികം ആരും താമസിക്കാത്ത ഒരു കൺട്രി സൈഡിലാണ്. റോസിന്റെ അമ്മയും അച്ഛനും വളരെ വാമായിട്ടാണ് അവരെ വെൽക്കം ചെയ്തത്. അവർ രണ്ടുപേരും ക്രിസിനോട് വളരെ നൈസ് ആയിരുന്നു. ഓർ മേ ബി ഓവർ ആയിട്ട് നൈസ് ആയിരുന്നു. റോസിന്റെ അച്ഛൻ ഒബാമയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ചാളിയൊക്കെ അടിക്കും. റോസിന്റെ അമ്മയും വളരെ നൈസ് ആയിരുന്നു. ആൻഡ് റോസിന്റെ ബ്രദറും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ബട്ട് ക്രിസിനും ഇത് കണ്ടോണ്ടിരിക്കുന്ന നമുക്കും ഈ ഫാമിലിയെ കുറിച്ച് എന്തോ വിയർഡായിട്ട് ഫീൽ ചെയ്യും. ആ ഫാമിലിയിൽ രണ്ട് ജോലിക്കാരുള്ളായിരുന്നു. ആൻഡ് ആ രണ്ട് ജോലിക്കാരും ബ്ലാക്ക് ആയിരുന്നു. ആ രണ്ട് ജോലിക്കാരും വളരെ വിയർഡായിട്ടാണ് ആക്ട് ചെയ്തത്. ലൈക്ക് അവരെ ഒരു റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യുന്ന പോലെ. അവരുടെ കണ്ണിൽ ഒരു ഇമോഷനും ഇല്ലായിരുന്നു. ആൻഡ് അവരുടെ ചിരി വളരെ വൈഡും ക്രീപ്പി ആയിട്ടായിരുന്നു. ആൻഡ് അവർ സംസാരിക്കുന്ന വളരെ റോബോട്ടിക് ആയിട്ടായിരുന്നു. ക്രിസിന് ആ ഫാമിലി എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നോട്ടത്ത് മനസ്സിലാവും. അത് മാത്രമല്ല റോസിന്റെ അമ്മ ക്രിസിന്റെ സിഗരറ്റ് വഴി നിർത്താൻ വേണ്ടി അവനെ ഹിപ്നോട്ടൈസ് ചെയ്യാന്ന് പറഞ്ഞു. ആൻഡ് അപ്പോഴാണ് ആ കഥ പതിയെ മാറുന്നത്. ഡ്യൂറിങ് ആ ഹിപ്നോട്ടൈസിംഗ് ടൈമിൽ ക്രിസിന്റെ മൈൻഡ് വേറൊരു ഡാർക്ക് പ്ലേസിലോട്ട് പോകും. ദ സംഘം പ്ലേസ്. അവിടെ അവന് എല്ലാം കാണാനും പറ്റും കേൾക്കാനും പറ്റും. ബട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ് ഇപ്പം അവന്റെ ബോഡി തന്നെ ട്രാപ്പായി കിടക്കുമായിരുന്നു. അടുത്ത സീനിൽ റോസിന്റെ വീട്ടിൽ വലിയൊരു പാർട്ടി നടക്കുമായിരുന്നു. അവിടെ വരുന്ന ഗസ്റ്റ് എല്ലാം റിച്ചും വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവിടെ വന്ന ഗസ്റ്റ് ക്രിസിനെ നോക്കുന്നതും പെരുമാറുന്നതും എല്ലാം അവനെ എന്തോ വിൽക്കാൻ വെച്ച പോലെ. ആൻഡ് അവിടെ വെച്ചാണ് ഈ സിനിമയുടെ സീക്രട്ട് എല്ലാവരും അറിയുന്നത്. റോസിന്റെ ഫാമിലിയായ ദ ആർമിറ്റേജ് ഫാമിലി ദ ഓർഡർ ഓഫ് കോവാഗുല എന്ന് പറഞ്ഞ ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ നടത്തുമായിരുന്നു. ഈ യൗവനത്തോടെല്ലാം ഒബ്സസ്ഡ് ആയിട്ടുള്ള ഓൾഡ് വൈറ്റ് പീപ്പിൾസ് അവരുടെ ബോധം ഇതുപോലെ യങ് ബ്ലാക്ക് പീപ്പിൾസിന്റെ ബോഡിയിലോട്ട് മാറ്റിവെക്കും. അവരുടെ വിക്ടിംസ് ഒന്നും അപ്പൊ തന്നെ മരിക്കത്തില്ലായിരുന്നു. ബട്ട് ആ വിക്ടിംസ് എല്ലാം സങ്കൻ പ്ലേസിൽ എന്നേക്കുമായിട്ട് സ്റ്റക്ക് ആയി പോവായിരുന്നു. സിനിമയുടെ ക്ലൈമാക്സിൽ ക്രിസ് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള സത്യം മനസ്സിലാക്കും. അവന്റെ ഗേൾ ഫ്രണ്ട് റോസ് ഒരിക്കലും അവനെ സ്നേഹിച്ചിട്ടില്ലായിരുന്നു. ആക്ച്വലി അവളായിരുന്നു ഇതിന്റെ ഹണ്ടർ. അവൾ ഇതേപോലെ യങ് ആയിട്ടുള്ള ബ്ലാക്ക് ബോയ്സിനെയും ഗേൾസിനെ അവരുടെ ഓർഗനൈസേഷന് വിൽക്കാൻ വേണ്ടി സെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. സിനിമയുടെ അവസാനത്തിൽ ക്രിസ് ആ ഓപ്പറേഷനിൽ നിന്ന് നിയർലി രക്ഷപ്പെടും. എന്നിട്ട് ക്രിസ് അവിടുന്ന് പോകുന്നതിന് മുമ്പ് ആ ഫാമിലിയും അവരുടെ ബിസിനസിനെ ഫുള്ളി നശിപ്പിക്കും. ടെസ് എന്ന് പറഞ്ഞ സ്ത്രീ ഒരു മഴയത്ത് അവൾ എയർ ആൻഡ് ബി ബുക്ക് ചെയ്ത് വീട്ടിലോട്ട് പോകുമായിരുന്നു. ആ മഴയത്ത് അവൾ നല്ല ടയർഡായിട്ടായിരുന്നു അവിടെ എത്തിയത്. ബട്ട് ആ വീട്ടിൽ അവൾ മാത്രമല്ലായിരുന്നു ഉള്ളത്. അവൾ ആ വീടിന്റെ കഥ പറഞ്ഞപ്പം അവിടെ കീത്ത് എന്ന് പറഞ്ഞ ഒരു സ്ട്രേഞ്ചർ ഉണ്ടായിരുന്നു. കീത്ത് വളരെ പൊളൈറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. ആൻഡ് അവൾക്ക് ഒരു ചായയും ഓഫർ ചെയ്യും. ആക്ച്വലി ഒരു അബദ്ധത്തിൽ ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് ഇതിനങ്ങ് ബുക്ക് ചെയ്യും. ആൻഡ് കീത്ത് അതിന് അപ്പോളജൈസ് ചെയ്യും. ബട്ട് ടെസ്സിന് നമുക്ക് എന്തോ റോങ് ആയിട്ട് ഫീൽ ചെയ്യും. ആ വീടിന്റെ ചുറ്റും വേറൊരു വീടും ഇല്ലായിരുന്നു. ആൻഡ് സ്റ്റോൺ കാരണം ബാക്കിയുള്ള ഹോട്ടൽസ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. സോ വേറൊരു വഴിയും അതെ ടെസ് അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കും. അവൾ ആ രാത്രി ഫുള്ളും ഉറങ്ങാതിരിക്കാൻ തീരുമാനിക്കും. ആൻഡ് ഇപ്പോഴാണ് ഈ ബാർബർ എന്ന് പറഞ്ഞ സിനിമ ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻ വെച്ച് കളിക്കാൻ തുടങ്ങുന്നത്. ഈ കീത്താണോ റിയൽ ഡേഞ്ചർ അതോ വീടിന്റെ അകത്ത് അതിലും വലിയ ഡേഞ്ചർ ഒളിച്ചിരിപ്പുണ്ടോ? പാതിരാത്രിക്ക് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ സൗണ്ട് കേട്ട് ടെസ് എണ്ണിക്കും. ടെസ് ബേസ്മെന്റിൽ ഒരു ഹിഡൻ ഡോർ കണ്ടുപിടിക്കും. ആ ഡോർ വേറൊരു പാസേജിലോട്ട് ലീഡ് ചെയ്യും. ആൻഡ് അവിടെ അവൾ കണ്ടുപിടിക്കുന്നത് ഈ സിനിമയെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. ആ പാസേജിന്റെ സൈഡിൽ ഒരു റൂം ഉണ്ടായിരുന്നു. ആ റൂമിൽ ഒരു പഴയ ക്യാമറ, ഒരു വൃത്തികെട്ട കട്ടിലും
ആൻഡ് ഒരു തുരുമ്പിച്ച ചെങ്ങലയും ഉണ്ടായിരുന്നു. അതിന്റെ അവസാനം വേറൊരു ടണൽ ഉണ്ടായിരുന്നു. ആ ടണലിലോട്ട് ഡീപ്പറായിട്ട് പോകുന്നതനുസരിച്ച് ഈ സിനിമയുടെ പ്ലോട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയിൽ നിന്ന് ഒരു ബോഡി ഹൊറർ മൂവിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ ഇരുട്ടിൽ നിന്ന് ഒരു വാർണിംഗ് പോലും ഇല്ലാതെ ഒരു വിചിത്ര രൂപമുള്ള സ്ത്രീ അവളെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അതിന്റെ പേര് മദർ എന്നായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് ഒരു മോൺസ്റ്ററിനെ പോലായിരുന്നു അതിനെ കാണാൻ. പിന്നെ ആ സിനിമ ഏജ് എന്ന് പറഞ്ഞ സിനിമാ നടന്റെ പെർസ്പെക്റ്റീവ് വെച്ച് കാണിച്ചു തുടങ്ങും. ആ വീടും സ്ഥലം ലീഗലി ഏജയുടെ പേരിലായിരുന്നു. ഏജ് റീസെന്റ് ഒരു പബ്ലിക് സ്കാൻഡലിൽ പെട്ട് അവന് ഫിനാൻഷ്യലി ഫുള്ള് ഡൗൺ ആയിരുന്നു. ഏജ് ആ വീടിന്റെ വാല്യൂ നോക്കി അതിനെ എത്രയും പെട്ടെന്ന് വിൽക്കാൻ തീരുമാനിക്കും. ബട്ട് അവൻ ആ ടണൽ കണ്ട് പേടിക്കുന്നതിന് പകരം ആ ടണലിന്റെ എക്സ്ട്രാ സ്ക്വയർ ഫുട്ടോടെ കൂട്ടി അതിന്റെ വാല്യൂ എത്ര കൂടുമെന്ന് നോക്കുമായിരുന്നു. ഇവിടാണ് നമ്മൾ ആ സിനിമയുടെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സത്യം മനസ്സിലാക്കുന്നത്. 1980 ഈ ഹൗസിന്റെ ഫസ്റ്റ് ഓണർ ആയിട്ടുള്ള ഫ്രാങ്ക് വുമൻസിനെ കിഡ്നാപ്പ് ചെയ്ത് ഈ ഹൗസിന്റെ ബേസ്മെന്റിൽ കൊണ്ടിടുമായിരുന്നു. ആൻഡ് ആ വിക്ടിംസിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവാൻ തുടങ്ങി. ആൻഡ് അതിൽ നിന്ന് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഓരോ ജനറേഷൻ അനുസരിച്ച് അതിലുണ്ടാവുന്ന കുട്ടികൾ ഫിസിക്കലി മെന്റലി ഡീഫോംഡ് ആയിരുന്നു. ആക്ച്വലി ഈ മദർ എന്ന് പറഞ്ഞ മോൺസ്റ്റർ അല്ലായിരുന്നു ഈ കഥയിലെ ആക്ച്വൽ വില്ലൻ. അത് ഈ സിനിമയുടെ ഫൈനൽ വിക്ടം ആയിരുന്നു. ഈ ക്രീച്ചർ അതിന്റെ വിക്ടിംസിന്റെ അമ്മയായിട്ട് അഭിനയിച്ച് ആ ക്രീച്ചറിന് കിട്ടിക്കൊണ്ടിരുന്ന അമ്മയുടെ സ്നേഹം അതിന്റെ വിക്ടിംസിനും കൊടുക്കും. 2019 ഇറങ്ങിയ ഫ്രാക്ചർ എന്ന് പറഞ്ഞ സിനിമ ഒരു സിമ്പിൾ സിറ്റുവേഷനിലാണ് തുടങ്ങിയത്. പക്ഷെ പെട്ടെന്ന് തന്നെ അത് കൺട്രോളിലോട്ട് പോകും. റേ അവന്റെ ഭാര്യ ജോവാന്റെയും മോൾ പെറിയുടെയും കൂടെ യാത്ര ചെയ്യുമായിരുന്നു. ആ കപ്പിൾസിന്റെ ഇടയിൽ ഓൾറെഡി കുറച്ച് വഴക്കൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വരി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അവരൊരു ഗ്യാസ് സ്റ്റേഷനിലോട്ട് കയറും. അവിടെ വെച്ച് ഒരു പട്ടിയെ പേടിച്ച് പെറി ഒരു ആരമുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് വീഴും. ഇവിടുന്നാണ് എല്ലാ കുഴപ്പവും സ്റ്റാർട്ട് ചെയ്യുന്നത്. റേ നോക്കിയപ്പം അവന്റെ മോളുടെ കൈ മാത്രം ഒടിഞ്ഞിട്ടുള്ളായിരുന്നു. സോ അവൻ അവന്റെ മോളെയും ഭാര്യയും കൂട്ടി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. ബട്ട് ആ ഹോസ്പിറ്റൽ വളരെ സ്ട്രേഞ്ച് ആയിരുന്നു. അവിടുത്തെ സ്റ്റാഫ് എല്ലാം നല്ല റൂഡായിരുന്നു ആൻഡ് ട്രീറ്റ്മെന്റും ഡിലേ ആയിരുന്നു. ബട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ജോവാനെയും പെറിയെയും സ്കാനിങ്ങിന് വേണ്ടി വേറെ റൂമിലോട്ട് അവർ കൊണ്ടുപോകും. ആൻഡ് അവിടെ വെച്ച സിനിമ ഒരു കംപ്ലീറ്റ് പാരനോയ മുകളിലോട്ട് പോകും. റേക്ക് മനസ്സിലാവും ആ ഹോസ്പിറ്റലിൽ എന്തോ ഡാർക്ക് ബിസിനസ് നടത്തുന്നുണ്ടെന്ന്, ലൈക്ക് ഓർഗൻ ട്രാഫിക്കിങ്. മാത്രമല്ല ഇപ്പൊ അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നത് അവിടെ റേ മാത്രമേ വന്നിട്ടുള്ളൂ, അവിടെ അവന്റെ മോളും ഭാര്യയും വന്നിട്ടില്ലെന്ന്. റേ എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയസിലോട്ടെല്ലാം പോകും. നമ്മൾ റേയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് കാണുമ്പോൾ റേ റൈറ്റ് ആണെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ആക്ച്വലി ആ വീഴ്ചയിൽ റേയുടെ മോള് ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ ഇടയിൽ ജോവാൻ റേയുമായിട്ട് വഴക്കിടും. ആൻഡ് റേ ജോവാനെ തെള്ളിയിട്ട് കൊല്ലും. റേക്ക് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. സോ അവന്റെ മൈൻഡ് ഒരു ആൾട്ടർനേറ്റീവ് റിയാലിറ്റി ഉണ്ടാക്കി. ആൻഡ് റേ അത് സത്യമെന്ന് പറഞ്ഞിരുന്നു. സിനിമയുടെ അവസാനത്തിൽ റേ അവന്റെ മോളാന്ന് പറഞ്ഞ് ഓപ്പറേഷന്റെ ഇടയിൽ നിന്ന് വേറൊരു പേഷ്യന്റിനെ തട്ടിക്കൊണ്ടുപോകും. പക്ഷെ അവന്റെ റിയൽ ഭാര്യയും മോളും അവന്റെ കാറിന്റെ ഡിക്കിയിലായിരുന്നു. വിസിറ്റ് എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്നത് രണ്ട് കൊച്ചുമക്കള് ആദ്യമായിട്ട് അവരുടെ ഗ്രാൻഡ് പേരൻസിനെ കാണാൻ പോകുന്ന കേട്ടോ. 15 വയസ്സുള്ള ബെക്കയ്ക്ക് ഈ ഡോക്യുമെന്ററിയെല്ലാം ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് അവളുടെ 13 വയസ്സുള്ള അനിയൻ ടൈലറിന് വലുതാകുമ്പോൾ റാപ്പർ ആവാനായിരുന്നു ആഗ്രഹം. അവരുടെ രണ്ടുപേരുടെ അമ്മ ലോറിട്ടയ്ക്ക് ഇത് ഫാമിലിയെ വീണ്ടും ഒന്നിച്ച് ചേർക്കാൻ നല്ലൊരു അവസരമായിട്ടാണ് തോന്നിയത്. ബിക്കോസ് 15 വർഷമായിട്ട് ലോറിട്ട അവളുടെ പേരൻസുമായിട്ട് സംസാരിച്ചിട്ടില്ലായിരുന്നു. ബട്ട് ബെക്കയുടെയും ടൈലറിന്റെയും ഗ്രാൻഡ് പേരൻസിനോടുള്ള ആദ്യത്തെ ദിവസം തന്നെ എന്തോ പന്തികളുണ്ടായിരുന്നു. അവരുടെ ഗ്രാൻഡ് പേരൻസ് രാവിലെ എല്ലാം വളരെ നൈസും ലവിങ്ങും ഒക്കെ ആണെങ്കിലും രാത്രിയാകുമ്പം അവരുടെ സ്വഭാവം വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് മാറും. അവരുടെ അമ്മൂമ്മ രാത്രിയായ ഡ്രസ്സ് മൂടാതെ അവിടുത്തെ കഥകളെല്ലാം മാന്തി പറിച്ചു വെക്കുമായിരുന്നു. ആൻഡ് അവിടെ എല്ലാം ശബ്ദിച്ചും വെക്കുമായിരുന്നു. ആ അപ്പൂപ്പനാണേലും ഒരു കാര്യമില്ലാതെ ദേഷ്യം വരുമായിരുന്നു. ആൻഡ് പുള്ളി എന്തോ ആ വീടിന്റെ ബേസ്മെന്റ് ഒളിപ്പിച്ചും വെക്കുന്നുണ്ടായിരുന്നു. ബെക്ക അവളുടെ അനിയനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും ഇത് ചിലപ്പോൾ അവരുടെ ഗ്രാൻഡ് പാരൻസിന് വയസ്സായതുകൊണ്ടുള്ള വല്ല അൾഷിമേഴ്സ് വരുമായിരിക്കുമെന്ന്. ബട്ട് ടൈലറിന് മനസ്സിലാവും എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ടെന്ന്. ഓരോ ദിവസവും ഓരോ പ്രശ്നമായിരുന്നു അവിടെ. അവരുടെ ഗ്രാൻഡ് പേരൻസിന്റെ അടുത്ത് അവരുടെ അമ്മയെക്കുറിച്ചോ പാസ്റ്റിനെ കുറിച്ചോ എന്തെങ്കിലും ചോദിച്ചാൽ അവർ ഉടനെ ആംഗ്രി ആവുമായിരുന്നു. ഈ സിനിമയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ട് ബെക്കയും ടൈലറും അവരുടെ അമ്മയെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കും അവരുടെ ഗ്രാൻഡ് പേരൻസിന്റെ ഇടയിൽ എന്തോ സ്ട്രേഞ്ച് ആയിട്ട് നടക്കുന്നുണ്ടെന്ന്. അവിടെ വെച്ച് ബെക്കയുടെ ടൈലറിന്റെ അമ്മ പറയും അത് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് അല്ല ആൻഡ് നിങ്ങൾ ഇത്രയും നാൾ അവരോടാണ് താമസിച്ചതെന്ന്. അപ്പൊ തന്നെ അവർ അമ്മ പോലീസിനെ വിളിക്കും. ബട്ട് ആ പിള്ളേർക്ക് ഇനി അങ്ങോട്ട് പോലീസ് വരുന്ന അവിടെ വരെ ഇവിടെ അഭിനയിച്ച് നിൽക്കണമായിരുന്നു. ബെക്ക ഫൈനലി ആ ബേസ്മെന്റ് അടിയിൽ അവരെന്ത് ഒളിപ്പിച്ചു വെക്കുന്നത് നോക്കാൻ പോയി. ആൻഡ് ആ ബേസ്മെന്റ് അടിയിൽ അഴുകിക്കൊണ്ടിരിക്കുന്ന അവരുടെ റിയൽ ഗ്രാൻഡ് പേരൻസിന്റെ ബോഡി ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഇത്രയും നാൾ താമസ ആൾക്കാരുടെ പേര് ക്ലാര ഫ്രെഡറിക് എന്നായിരുന്നു. അവർ രണ്ടുപേരും ഭ്രാന്താശുപത്രിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ബെക്ക ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടായിരുന്നു. ആ ഇമ്പോസ്റ്റേഴ്സിന് മനസ്സിലായി അവരെ കണ്ടുപിടിച്ചെന്ന്. ഈ സീക്രട്ട് വേറെ എവിടെയും പോകാതിരിക്കാനായിട്ട് അവരെ പിള്ളേരെ കൊല്ലാൻ നോക്കുമായിരുന്നു. ബെക്കയും ടൈലറും അവരുടെ ജീവന് വേണ്ടി ഫൈറ്റ് ചെയ്യുമായിരുന്നു. ടൈലർ അവന്റെ അത്ലറ്റിക് സ്കില്ല് ഉപയോഗിച്ച് ഫ്രെഡറിക്കിനെ താരയിടും. ഫൈനലി അവിടെ പോലീസ് വന്ന് ബെക്കയും ടൈലറിനെ രക്ഷിക്കും. അവസാനം പിള്ളേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പം അവരുടെ അമ്മ അവരുടെ അടുത്ത് പറയും അവരുടെ അമ്മയും അവരുടെ ഗ്രാൻഡ് പേരൻസും 15 വർഷം മുമ്പ് അടിയിട്ട് പിരിഞ്ഞതാണെന്ന്. ബിക്കോസ് അവളുടെ പേരൻസ് അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള മാരേജ് അപ്സെറ്റ് ചെയ്തില്ലായിരുന്നു. ആൻഡ് അവള് പ്രഗ്നന്റ് ആയ സമയത്ത് അവളെ അവര് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ അങ്ങോട്ട് അവരെ അമ്മ ഒരു കോണ്ടാക്ട്സും ഇല്ലായിരുന്നു. ഇവർ അങ്ങോട്ടും ഒരു ഫോട്ടോ അയക്കാൻ പോയില്ല, അവർ ഇങ്ങോട്ടും ഒരു ഫോട്ടോ അയക്കാൻ പോയില്ല. ആ ഒരു ഒറ്റ റീസൺ കാരണം ആ ഇമ്പോസ്റ്റേഴ്സ് ഇവരെ ഈസി ആയിട്ട് പറ്റിച്ചു.